എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വർഷങ്ങളുടെ കാത്തിരിപ്പ്, കണ്ണീരണിഞ്ഞ എത്രയോ നോക്കൌട്ട് മത്സരങ്ങൾ, ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ പേടി സ്വപ്നമായ ന്യൂസിലൻഡ് വീണ്ടും ഫൈനലിൽ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകന്റെയും ഉള്ളൊന്ന് കാളിയിരുന്നു. വീണ്ടും ഒരു ഫൈനൽ തോൽവിയോ എന്ന് പലരും ഭയന്നു. എന്നാൽ ഇന്ന് ചരിത്രം വഴി മാറിതിരികുകയാണ്. അതെ, ലോക ക്രിക്കറ്റിലെ വമ്പന്മാരായ കിവീസിനെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തി ഇന്ത്യ 2026 മെൻസ് T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ന്യൂസിലൻഡിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞാണ് ഇന്ത്യ ഈ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ ഈ ചരിത്ര വിജയത്തിൽ ലോകമെമ്പാടുമുള്ള ആരാധകർ ആവേശക്കടലിലാണ്. സഞ്ജു സാംസണിന്റെയും അഭിഷേക് ശർമ്മയുടെയും ഇഷാൻ കിഷനിന്റെയും ബാറ്റിംഗ് വെടിക്കെട്ടിനു മുന്നിൽ കിവീസ് ബൌളർമാർ പൂർണ്ണമായും മുട്ടുകുത്തുകയായിരുന്നു. ഇത്രയും വർഷമായി ഇന്ത്യൻ ആരാധകർ നെഞ്ചിലേറ്റി നടന്ന ആ വലിയ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ഫൈനൽ മത്സരം ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെടും. ന്യൂസിലൻഡിനെ പോലെ കരുത്തുറ്റ ഒരു ടീം ലോകകപ്പ് ഫൈനലിൽ ഇത്രയും ദയനീയമായി പരാജയപ്പെടുമെന്ന് ക്രിക്കറ്റ് ലോകം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ടൂർണമെന്റിലുടനീളം അജയ്യരായി കുതിച്ച കിവീസ് പടയ്ക്ക് ഈ കലാശ പോരാട്ടത്തിൽ കാലിടറി. ഇന്ത്യൻ ബാറ്റിംഗ് നിര തീർത്ത കൂറ്റൻ സ്കോറിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും ആകാതെ ന്യൂസിലൻഡ് തകർന്നടിയുന്ന കാഴ്ചയാണ് മത്സരത്തിൽ നാം കണ്ടത്. മത്സരശേഷം ഹൃദയം തകർന്ന കണ്ണുകളോടെ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. എന്ത് പറയണമെന്നെനിക്കറിയില്ല. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നു. ഈ ലോകകപ്പ് ഞങ്ങൾ അർഹിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യ കളിച്ചത് മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളവരെ പോലെയാണ്. ഞങ്ങളെ അവർ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടുകയായിരുന്നു. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ. അദ്ദേഹം ബാറ്റ് ചെയ്തത് ഭൂമിയിലെ ഒരു സാധാരണ കളിക്കാരനെ പോലെയല്ല. ഏതൊക്കെയോ അമാനുഷിക ശക്തികൾ ആ ബാറ്റിൽ ആവാഹിച്ചതുപോലെയായിരുന്നു. ഓരോ പന്തും അതിർത്തി കടക്കുമ്പോൾ ഞങ്ങളുടെ ലോകകപ്പ് സ്വപ്നങ്ങളാണ് ചിന്നിച്ചിതറിയത്. അഭിഷേക് ശർമ്മയും സഞ്ജുവും ചേർന്ന് നൽകിയ തുടക്കം തന്നെ ഞങ്ങളുടെ ബൌളർമാരുടെ ആത്മവിശ്വാസം തുടക്കത്തിൽ തന്നെ തകർത്തെറിഞ്ഞു. സഞ്ജു ക്രീസിൽ നിൽക്കുമ്പോൾ ഏത് തന്ത്രമാണ് പ്രയോഗിക്കേണ്ടത് എന്നെനിക്ക് ഒരെത്തും പിടിയുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ സിക്സറും ഞങ്ങളുടെ നെഞ്ചിലേക്കാണ് വന്നു പതിച്ചത്. ഞങ്ങൾ പടുത്തുയർത്തിയ സ്വപ്നങ്ങളെല്ലാം ഇന്ത്യ നിഷ്കരുണം ചുട്ടരിച്ചു. ഫൈനലിന്റെ വലിയ സമ്മർദ്ദത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ഉരുകിയൊലിച്ചുപോയി. ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും ദയനീയമായൊരു തകർച്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ ഈ കിരീടം 100% അർഹിക്കുന്നു. അത് അവരുടെ പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തനാകാൻ എനിക്ക് എത്ര കാലമെടുക്കുമെന്നറിയില്ല. പക്ഷേ ഈ വേദനയെ ഊർജ്ജമാക്കി ഞങ്ങൾ ഒരു നാൾ ശക്തമായി തിരിച്ചുവരും." സാന്റ്നർ തന്റെ വാക്കുകൾ ഇടറിക്കൊണ്ട് അവസാനിപ്പിച്ചു. എന്തായാലും സാന്റ്നറുടെ ഈ വൈകാരികമായ വാക്കുകൾ ന്യൂസിലൻഡ് ആരാധകരെ കൂടുതൽ കണ്ണീരിലാഴ്ത്തുകയാണ്. ഫൈനലിൽ എന്തായാലും കിവീസ് കപ്പ് ഉയർത്തുമെന്ന് പ്രവചിച്ച ക്രിക്കറ്റ് പണ്ഡിതർക്കെല്ലാം തെറ്റി. കാരണം ഇന്ത്യയുടെ ഇന്നത്തെ കളി അത്രത്തോളം ആധികാരികവും അവിശ്വസനീയവുമായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ച പ്രകടനം ഐതിഹാസികമായിരുന്നു. മൈതാനത്തിന്റെ എല്ലാ മൂലയിലേക്കും സഞ്ജു പന്ത് പറത്തി. അഭിഷേക് ശർമ്മ നൽകിയ വെടിക്കെട്ട് തുടക്കവും ഇഷാൻ കിഷനിന്റെ നിർണായക പിന്തുണയും ഇന്ത്യയുടെ സ്കോർ ബോർഡ് റോക്കറ്റ് പോലെ കുതിക്കാൻ സഹായിച്ചു. ഇതൊരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് ടീം ഇന്ത്യയുടെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന്റെ ഫലമാണ്. എതിരാളികൾക്ക് യാതൊരു പഴുവും നൽകാതെ ഇന്ത്യ ആ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ടൂർണമെന്റിൽ നിന്നും പുറത്താകുമെന്ന് കരുതിയ ഇന്ത്യയെ ഈ കിരീടം ചാർത്തിക്കൊടുക്കാൻ അർഹനാക്കിയ സഞ്ജു സാംസൺ തന്നെയാണ് ഇത്തവണത്തെ നായകനെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിലെ വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമായി മാറുമെന്നതിൽ സംശയമില്ല. വർഷങ്ങളുടെ ICC കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ആ ലോകകപ്പ് നമ്മുടെ നായകന്റെ കൈകളിലേക്ക് എത്തിയപ്പോൾ ഗാലറികളും ഓരോ ഇന്ത്യക്കാരന്റെയും കണ്ണുകൾ ഒരുപോലെ ഈരണണിഞ്ഞു. അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ വില്ലന്മാരായ ന്യൂസിലൻഡിനെ തന്നെ തകർത്ത് നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുന്നു. ഇത് വെറുമൊരു വിജയമല്ല, വരുംകാല ഇന്ത്യൻ ക്രിക്കറ്റ് അടക്കി വാഴാൻ പോകുന്ന യുവനിരയുടെ ഗർജനമാണ്. ഇന്ത്യയുടെ വരും പ്രകടനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഇന്ത്യയുടെ ഈ ചരിത്ര വിജയത്തെപ്പറ്റിയും സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് പ്രകടനത്തെപ്പറ്റിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ശരിക്കും ന്യൂസിലൻഡിനെ വിറപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.